പബ്ജിയിലും പബ്ജി ലൈറ്റിലും ബീറ്റ്സിംഗ് മോണ്ടേജുകൾ നിർമ്മിക്കുന്ന ഒത്തിരി പേരുണ്ട്. ലോ എൻഡ് ഡിവൈസിലും ഹൈ എൻഡ് ഡിവൈസിലും PC-യിലും അങ്ങനെ നീളുന്നു ഇവരുടെ ലിസ്റ്റ്. ആൻഡ്രോയിഡ് ഡിവൈസിൽ വർക്കാകുന്ന പ്ലേ സ്റ്റോർ നൽകുന്ന 5 മുതൽ 100 MB വരെ നീളുന്ന ആപ്പുകളെ കൂട്ടുപിടിച്ച് കുത്തി നിറച്ച് വിവ വീഡിയോയും ഇൻഷോട്ടും കൈൻമാസ്റ്ററും അലൈറ്റ് മോഷനും G-കട്ടും U-കട്ടും ആൻഡ്രോയിഡ് വിറ്റും എഫക്റ്റോയും റിസിലും VN വീഡിയോയും ലോ മോഷൻ ആപ്പുകളും ബീറ്റ്സിംഗ് സ്ലൈഡ് ഷോയും എണ്ണിയാലൊതുങ്ങാത്ത ആപ്പുകളെയും കൂട്ടുപിടിച്ച് ഷേക്ക് എഫക്റ്റും നിയോൺ എഫക്റ്റും സ്പെഷ്യൽ ടെക്സ്ചർ ആനിമേഷൻ എഫക്റ്റും നിയോൺ ഗ്ലോയും അൾട്രാ സ്ട്രക്ചർ കളർ ഗ്രേഡും ഉൾപ്പെടെയുള്ള എഫക്റ്റുകൾ നൽകി കുറഞ്ഞത് 5 ദിവസത്തിന് മുകളിൽ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് റെൻഡർ ചെയ്തെടുക്കുന്ന 1 മിനിറ്റിൽ കുറയാതെയുള്ള വീഡിയോസുകൾ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ബീറ്റ്സിംഗ് മോണ്ടേജുകൾ. പല ഹിന്ദിക്കാരുടെയും ബീറ്റ്സിംഗ് മോണ്ടേജുകൾ കണ്ട് അന്തം വിട്ട് വാപൊളിച്ച് നിൽക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, കേരളത്തിൽ നിന്നുമുണ്ട് പബ്ജിക്കും പബ്ജി ലൈറ്റിനും വേണ്ടി ബീറ്റ്സിംഗ് മോണ്ടേജുകൾ നിർമ്മിക്കുന്ന കുറച്ച് ചുണക്കുട്ടികളും. പബ്ജി ലൈറ്റിലും ബീറ്റ്സിംഗ് മോണ്ടേജുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച് അമ്പരിപ്പിച്ച മറ്റൊരു മലയാളി. ഇദ്ദേഹത്തിന്റെ ഓരോ ബീറ്റ്സിംഗ് മോണ്ടേജുകളും കണ്ടു കഴിഞ്ഞാൽ തോർന്നൊഴിഞ്ഞ പേമാരി പോലെയുള്ള ഇടിവെറ്റ് ഐറ്റംസ് ആണ്. തിരുവനന്തപുരത്തുകാരനായ വിഷ്ണു എന്ന IG റോമന്റെ കഥയാണിത്. എല്ലാവർക്കും മിസ്റ്റർ നീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പബ്ജി എന്നൊരു ഗെയിം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലെനോവ എന്ന ലോ എൻഡ് ഡിവൈസിൽ സീസൺ 2 മുതൽ 8 വരെ കളിച്ച് പബ്ജിയുടെ മറുശാഖയായ പബ്ജി ലൈറ്റിലേക്ക് ചേക്കേറിയാണ് ഗെയിമിംഗ് ലോകത്തിലേക്ക് റോമൻ എന്ന വിഷ്ണു കടന്നു വരുന്നത്. കളിക്കുന്ന ഓരോ ഗെയിം പ്ലേസുകളിലെ സ്നൈപ്പിംഗ് ഫൈറ്റിംഗ് കില്ലുകളെ ഹരമാക്കി മാറ്റിയിരുന്ന റോമൻ എന്ന വിഷ്ണു യുക്കട്ട് എന്ന ആപ്പിലൂടെ തൻ്റെ ഓരോ സ്നൈപ്പിംഗ് ഷോട്ടുകളെ കൂട്ടിക്കലർത്തി BGM നൽകി ഓരോ വീഡിയോസുകളാക്കി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ വിഷ്ണു ചെയ്ത ഓരോ വീഡിയോസും പലർക്കും ഇഷ്ടമായി മാറി. എന്തിനേറെ പറയണം, കയ്യിലുണ്ടായിരുന്ന തൻ്റെ ഡിവൈസ് വിഷ്ണുവിന് പെതിയെ പണി കൊടുത്തുകൊണ്ടേയിരുന്നു. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയം, ആ സമയത്താണ് കൊറോണ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല, നല്ലൊരു ഡിവൈസും കയ്യിലില്ല. അങ്ങനെ ഇരിക്കെ തൻ്റെ അമ്മ വിഷ്ണുവിന് ഒരു ഫോൺ വാങ്ങി നൽകി. അത്ര മോശമല്ലാത്തൊരു ഡിവൈസ്. അതിൽ പബ്ജി ലൈറ്റ് ഇൻസ്റ്റാൾ ആക്കുകയും TDM മാച്ചുകളും ഗെയിം പ്ലേസുകളൊക്കെ കളിച്ചു. പഴയൊരു ഫോണിനെ കാട്ടി എന്തുകൊണ്ട് സ്മൂത്തായ നല്ലൊരു ഡിവൈസ്. താൻ കളിക്കുന്ന ഗെയിം പ്ലേസുകളും TDM മാച്ചുകളും എല്ലാം റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന OP മൂമെന്റ്സുകളെല്ലാം താൻ സ്ക്രീൻ റെക്കോർഡാക്കി മാറ്റി എഡിറ്റ് ചെയ്ത് BGM നൽകി ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തു. ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്തതിലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസുകൾ. ഇതൊക്കെ കണ്ട ആൾക്കാർ, തൻ്റെ കൂട്ടുകാരൊക്കെ താൻ ചെയ്ത വീഡിയോയിലെ വ്യത്യസ്തത കണ്ട് തന്നോട് പറഞ്ഞു, എടാ ഇതൊക്കെ നല്ലതാണ്, നല്ല രസവുമുണ്ട് കാണാൻ. അങ്ങനെ വിഷ്ണു യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി. റോമൻ ഗെയിമിംഗ് എന്നുള്ള പേരും നൽകി. അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. കുറച്ചു പേരെ കൊണ്ട് സബും ചെയ്തു. താൻ നിർമ്മിക്കുന്ന പബ്ജി ലൈറ്റിലെ BGM നൽകിയ OP മൂവ്മെന്റ്സ് നൽകുന്ന ഓരോ വീഡിയോസുകളും 300 സബ് എത്തിയപ്പോഴേക്കും വെറൈറ്റി ആയിട്ട് ആദ്യ മോണ്ടേജ് ഗെയിം പ്ലേസുകൾ കൊണ്ടുള്ള ഒരു മോണ്ടേജും വിഷ്ണു നിർമ്മിച്ചു. വെറൈറ്റിയായി തനിക്ക് യൂട്യൂബിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയ വിഷ്ണു ഓരോരുത്തരുടെ ബീറ്റ്സിംഗ് മോണ്ടേജ് ചെയ്ത വീഡിയോസുകളൊക്കെ നോക്കുന്നു. എല്ലാവരും PC-യിലാണ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ വിഷ്ണു വിചാരിച്ചു, PC-യിലല്ലാതെ ആൻഡ്രോയിഡിലും എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. എങ്ങനെ ആൻഡ്രോയിഡിലും ബീറ്റ്സിംഗ് ചെയ്യാമെന്ന് പഠിച്ചും സിദ്ധ ഗെയിമിങ്ങിൻ്റെ വീഡിയോയിൽ നിന്നും ഓഡിയോ എടുത്തും കൈൻമാസ്റ്ററിൽ പോയി അത് മാർക്ക് ചെയ്തും PC-യിൽ എല്ലാം ചെയ്യുന്ന ഓരോ മോണ്ടേജ് ബീറ്റ്സിംഗുകളും താൻ ആൻഡ്രോയിഡിലേക്ക് മാറ്റാൻ തുടങ്ങി. യൂട്യൂബിനെ കുറിച്ച് അധികം എത്തും പിടിയുമില്ലാതിരുന്ന റോമന് തൻ്റെ വീഡിയോകൾക്ക് ബീറ്റ്സിംഗ് മോണ്ടേജുകൾ നൽകിയുള്ള വീഡിയോകൾക്ക് ഏറ്റവും കൂടുതൽ കോപ്പിറൈറ്റ് ക്ലെയിം ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചുപേർ പറഞ്ഞു, ഇങ്ങനെ കോപ്പിറൈറ്റ് അധികമായി വന്നു കഴിഞ്ഞാൽ തൻ്റെ ചാനൽ പൂട്ടിപ്പോകുമെന്ന്. തൻ്റെ ചാനലിൽ നിന്നും താൻ ചെയ്ത കുറച്ച് ബീറ്റ്സിംഗ് മോണ്ടേജുകൾ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കോപ്പിറൈറ്റ് ക്ലെയിം അധികമായതുകൊണ്ടും തനിക്ക് അതിനുള്ള ഭയമുണ്ടായതുകൊണ്ടും. ഇതിൻ്റെയൊക്കെ ഒപ്പം വീട്ടിലെ ജോലിയില്ലാത്തതിൻ്റെ പ്രഷറും പല പ്രശ്നങ്ങളും ആകെയുണ്ടായിരുന്ന ക്ലാനും പോയി യൂട്യൂബ് കരിയർ വരെ വിഷ്ണുവിന് നിർത്തേണ്ടി വന്നൊരു സമയം. എങ്കിലും തന്നെയും തൻ്റെ ചാനലിനെയും ഇൻസ്റ്റാഗ്രാം വീഡിയോസുകളെയും ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർ വിഷ്ണുവിനോട് പറഞ്ഞു, പറ്റുന്ന പോലൊക്കെ സപ്പോർട്ട് ചെയ്യാം, വീണ്ടും തിരിച്ചു വരണം എന്നൊക്കെ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, ചാനൽ പോയാലും സാരമില്ല എന്ന് കരുതി ബീറ്റ്സിംഗ് വീഡിയോകൾ ചെയ്യാൻ വീണ്ടും ആരംഭിച്ചു. ചെറിയ ചെറിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് ആക്റ്റീവ് ആകാൻ തുടങ്ങി. എഡിറ്റിംഗും നന്നായി പഠിച്ചു. അലൈറ്റ് മോഷൻ എന്ന ആപ്പിലെ പല എഫക്റ്റുകളെയും ഉൾക്കൊണ്ട് പുതിയ പുതിയ ഓരോ ബീറ്റ്സിംഗ് മോണ്ടേജുകൾ ചെയ്യാൻ റോമൻ എന്ന വിഷ്ണു തയ്യാറായി. അങ്ങനെ ഒരു ഫാസ്റ്റസ്റ്റ് ബീറ്റ്സിംഗും ചെയ്ത് റോമൻ ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്തു. 25 AWM ഷോട്ടുകളെയെല്ലാം എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിലെ ബീറ്റ് മാർക്കും ചെയ്ത് മണിക്കൂറുകളുടെ കഷ്ടപ്പാടിൽ പിറന്ന പല വീഡിയോസുകളും
PC-യിൽ പലരും പരീക്ഷിച്ച വെലോസിറ്റി മോണ്ടേജുകൾ വിഷ്ണു തന്റെ ആൻഡ്രോയിഡ് ഡിവൈസിലും പരീക്ഷിച്ചു. കൈൻമാസ്റ്ററിൽ ചെയ്യുന്ന ഓരോ വീഡിയോസും അലൈറ്റ് മോഷനിൽ കൊണ്ടുവന്ന് CC ആഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ റോമൻ എന്ന വിഷ്ണുവിന്റെ കരവിരുതിൽ പിറന്ന അനവധി ബീറ്റ്സിംഗ് മോണ്ടേജുകൾ ഏതൊരു മനുഷ്യനെയും ഞെട്ടിപ്പിച്ചു കളയുന്ന അത്രയ്ക്ക് ഭംഗിയുള്ള തന്റെ ആത്മാർത്ഥതയും കഷ്ടപ്പാടും നിറഞ്ഞ ഓരോ വീഡിയോസുകളിൽ പിറന്ന ബീറ്റ്സിംഗുകൾ. ചെയ്യുന്ന ഓരോ വീഡിയോസും മണിക്കൂറുകളുടെയും ദിനരാത്രങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലങ്ങളാണ്. റോമൻ ഗെയിമിംഗ് എന്ന തിരുവനന്തപുരത്തുകാരനായ വിഷ്ണുവിന്റെ കുറച്ച് ബീറ്റ്സിംഗ് മോണ്ടേജുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇദ്ദേഹം എത്രത്തോളം സപ്പോർട്ട് അർഹിക്കുന്നുണ്ട് എന്ന്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വിഷ്ണുവിന്റെ ബീറ്റ്സിംഗ് മോണ്ടേജുകളെയും വീഡിയോസുകളെയും ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു മലയാളി നമ്മൾക്കുണ്ടെന്ന് പറയാൻ തന്നെ എന്തുമാത്രം അഭിമാനമാണ്. സപ്പോർട്ട് കിട്ടാതെ പോയ ഒത്തിരി പേർക്ക് ഒരു പാഠമായിരിക്കട്ടെ വിഷ്ണുവിന്റെ ഈ കഥ. ഒരുപാടൊന്നും നേടിയിട്ടില്ലെങ്കിലും നേടിയതിനെ കുറിച്ചോർത്ത് നമ്മൾക്കെല്ലാവർക്കും സന്തോഷിക്കാം. മിസ്റ്റർ നീഡ്. కోకా కడితే కొరకొరమంటూ చూస్తారు, కొట్టి కొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు. కోకా కాదు